ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എനിക്ക് ഒരു ആവറേജ് എക്സാം ആയിട്ടാണ് ഫീൽ ചെയ്തത്. കുഴപ്പമില്ല, ചില ചോദ്യങ്ങൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കുറച്ച് കുഴപ്പിച്ച്, ബാക്കിയുള്ള എല്ലാം പിന്നെയും കുഴപ്പമില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഒന്നും രണ്ടും കുഴപ്പമില്ലായിരുന്നു, മൂന്നും കുഴപ്പം. ആ മൂന്ന് എത്തിയപ്പോൾ ചെറിയ ഡൗട്ടുണ്ടായിരുന്നു. അത് മൂന്നാമത്തെ എയും ബിയും ആണോ അതോ ബിയും സിയും ആണോ ചെറിയ ഡൗട്ടുണ്ടായിരുന്നു. ഇതായിട്ട് പിന്നെ നാലാമത്തെ എത്തിയപ്പം കുഴപ്പമില്ലായിരുന്നു, അഞ്ചാമത്തതും കുഴപ്പമില്ലായിരുന്നു, ആറാമത്തെ എത്തിയപ്പം വീണ്ടും ഡൗട്ട് വന്ന് ഞാൻ നോക്കിയപ്പോൾ ആദ്യം വിചാരിച്ച് എയും ഡിയും ആയിരിക്കും, പിന്നെ സിയും ഡിയും ആണെന്ന് വിചാരിച്ച്. അങ്ങനെ അവിടെ ഒരു ഡൗട്ട് വന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ വെച്ച് നൈസായിട്ടും കൂടി. പിന്നെ ഏഴാമത്തതാണെങ്കിൽ എന്താണോ മസൂദ മാരെ വരെയാണ്, അത് പിന്നെ ഇവരുടെ ക്ലോപ്പ് ചോറിനെ വന്നാ കീറി അതൊക്കെ പറഞ്ഞെഴുതി. എട്ടാമത്തത് ആ രാനി റംബാന്നൊക്കെ പറഞ്ഞു, അത് സീൻ്റായിരുന്നു. ഒമ്പതാമത്തെ എഴുതിയില്ല. പത്താമത്തെ എഴുതിയപ്പോഴാണ് ഞാൻ ഈ ഹാസ്യാത്മകമായെന്ന് കണ്ടില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സങ്കടപ്പെട്ട ആ സംഭവമാണെന്ന് വിചാരിച്ച് ഈ ഞാൻ മറ്റേ പുള്ളി വിഷം കൊടുത്ത് കൊള്ളുന്നൊരിതുണ്ടല്ലേ, ഞാൻ അതെടുത്തിട്ടാണ് എഴുതിയത്. ഞാനിപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് കഥയിൽ ഹാസ്യാത്മകമായി അനുഭവപ്പെട്ടൊരു സന്ദർഭമെന്ന്. ഹാസ്യാത്മകം എന്ന് പറഞ്ഞെടുത്ത് ഞാൻ എഴുതിയേക്കുന്നത് പുള്ളിയുടെ വഴിയേപ്പഴ കാര്യമാണ്. ഒരങ്ങോയി മന്ദത്തരം പറ്റിയിട്ടുണ്ട്. പിന്നെ കണ്ടിക്കൻ ചേരയെക്കുറിച്ച് അതും കുഴപ്പമില്ലായിരുന്നു, അതും എഴുതാൻ പറ്റുന്നതാണ്. പിന്നെയുള്ള 4 മാർക്കിൻ്റെ 6 ചോദ്യം എഴുതുന്നതിനകത്ത് 12 മത്സ്യത്തിനെ പറ്റി ഒരു പാരഗ്രാഫാണല്ലോ എഴുതിയത്. 13 മരങ്ങൾ മരങ്ങൾ വീഴുന്ന സമയത്ത് ചുറ്റുപാടും നോക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ടെസ്റ്റ് വീഡിയോ സാധനമുണ്ട്. വേലികൾ മറ്റേ പാറകൾ ആയെങ്കിലും ചെയ്യുന്നു. ടെസ്റ്റ് എന്തോ വായിച്ച അതൊന്ന് വായിച്ചു നോക്കിയായിരുന്നു, അല്ലെങ്കിൽ പെട്ടുപോയതിന്. 14-മത്തത് കുഴപ്പമില്ല, അത് കഥ എഴുതി വെച്ച്. 15-മത്തെ ചോദ്യം ഒരു പ്രവേശകത്തിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ആ പ്രവേശകം പോലും വായിച്ചു നോക്കിയില്ലേ, അത് എഴുതാൻ പറ്റില്ല. പിന്നെ 16 കുഴപ്പമില്ലായിരുന്നു. 16 ലാസ്റ്റ് പാടൊന്നും വായിച്ചു നോക്കാത്തതുകൊണ്ട് ഇച്ചിരി വിട്ട് പിന്നെ ലാസ്റ്റ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 17 കുഴപ്പമില്ല, 18 കുഴപ്പമില്ലായിരുന്നു. പിന്നെ 19 കായരുവത്ത്, അതൊക്കെ എപ്പോഴും ചോദിച്ച ചോദ്യങ്ങളാണ്, അത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. 20 കുഴപ്പമില്ല. പിന്നെ 21 കുഴപ്പമില്ലായിരുന്നു. 23 സംക്രമണം, അതിനകത്തെ ആ കവിതയുടെ ആശയം എഴുതി വെച്ചിട്ടുണ്ട്. 24, 25, 26 ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. പിന്നെ 28-മത്തെ ചോദ്യം കേഴാർമഴയുടെ കഥയും പിന്നെ കയ്യിൽ നിന്നിട്ട് അങ്ങനെയൊക്കെ കുറച്ച് എഴുതി 2 പേജ് എഴുതി വെച്ച്. ഞാൻ മൊത്തം എനിക്കൊന്ന് ടോട്ടലി 3 അഡീഷണൽ ഷീറ്റ് എടുത്തിട്ടുണ്ട്. 3-മത്തെ അഡീഷണൽ ഷീറ്റിൻ്റെ പകുതി വരെ എഴുതിയിട്ടുണ്ട്, ബാക്കിയല്ല ഒട്ടുമിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ടഫാണോ എന്ന് ചോദിച്ചാൽ ടഫൊന്നും അല്ലായിരുന്നു. എന്നാലും ഒരു ആവറേജ് പരീക്ഷ ചില ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ സീനൊന്നുമില്ല. എന്തായാലും ഒരു ആവറേജ് പരീക്ഷയായിരുന്നു എനിക്ക്.